എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കിയാൽ കേരളത്തിൽ കുറേ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കും, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ. പിന്നെ ഇവിടെ ബിസിനസ് ഇല്ലാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇതേപോലെ പേപ്പർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഒരു പേപ്പർ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വേണം. ഐപ്ലസിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. LG, സാംസങ്, സോണിയെ പോലെ ഐപ്ലസും നല്ല ഒരു ബ്രാൻഡായിട്ട് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കുറേ പേർ ഇന്ന് നമ്മളെ കമ്പനിയിൽ TV വാങ്ങിക്കാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒവ്വൊരു TV വാങ്ങിയിട്ടുണ്ട്. ടിവിയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട്, സർവീസ് എങ്ങനെ ഉണ്ട്, എന്തൊക്കെ അവർ കണ്ടെന്ന് ഇപ്പോൾ അവർ പറയും. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിഞ്ഞാലക്കുട. ഞങ്ങളിങ്ങനെ ഐപ്ലസിനെ കുറിച്ച് ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു TV വാങ്ങിക്കുക എന്നുള്ളൊരു ഇതിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് TVയുടെ സെലക്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ റേറ്റാണെന്ന് കുറവാണെന്ന് തോന്നി. മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ TV മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഐപ്ലസ് ഗുഡ് അല്ലേ, റേറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഐപ്ലസ് ചൂസ് ചെയ്തിരിക്കുന്നു.